കേരളത്തിലെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ നൽകുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും അരാജകത്വത്തിലേക്ക് വഴിമാറുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നടി രേഖ രതീഷ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നടത്തിയ കണ്ണീരോടെയുള്ള അപേക്ഷ. ഒരു കലാകാരി എന്നതിലുപരി ഒരു അമ്മയായും വ്യക്തിയായും തനിക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ക്രൂരമായ തേജോവധത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് വെറുമൊരു നടിയുടെ പരാതിയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ മറവിൽ ആധുനിക കേരളം വളർത്തിയെടുത്ത സൈബർ ലിഞ്ചിങ് എന്ന വിപത്തിനെതിരെയുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താൻ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് രേഖ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായി ഫ്ളാറ്റിൽ കഴിയുന്ന താൻ തന്റെ സ്വകാര്യ ജീവിതത്തെയും തൊഴിലിനെയും കുറിച്ച് ചില യൂട്യൂബ് ചാനലുകൾ നൽകുന്ന മോശമായ ക്യാപ്ഷനുകൾ കാരണം പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണെന്ന് അവർ പറയുന്നു. ജോലിയില്ലാത്ത സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പോലും അതിനേക്കാൾ തന്നെ തളർത്തുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന ഈ വേട്ടയാടലാണെന്നും രേഖ വ്യക്തമാക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഇവർ മാത്രമായിരിക്കുമെന്ന അവരുടെ വാക്കുകൾ കേരളം അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അടുത്ത കാലത്തായി സൈബർ ആക്രമണങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ട്രാൻസ്ജെൻഡർ അനന്യകുമാരിയുടെയും മറ്റു വ്യക്തികളുടെയും ഓർമ്മകൾ ഈ ഘട്ടത്തിൽ മലയാളിയുടെ ഉള്ളിൽ ഭയമുണ്ടാക്കുന്നതാണ്. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലുകളാണ് ദിവസവും മുളച്ചു പൊങ്ങുന്നത്. ഇതിൽ വലിയൊരു ഭാഗം ചാനലുകളും വരുമാനം കണ്ടെത്തുന്നത് സിനിമാ സീരിയൽ താരങ്ങളുടെ വ്യക്തിജീവിതത്തെ ചന്തയിൽ വിൽക്കാൻ വെച്ചുകൊണ്ടാണ്. കൂടുതൽ ആളുകൾ വീഡിയോ കാണുന്നതിലൂടെ ലഭിക്കുന്ന പരസ്യ വരുമാനത്തിന് വേണ്ടി ഏത് തരംതാണ മാർഗവും ഇവർ സ്വീകരിക്കുന്നു. തംബ്ലൈനുകളിൽ നൽകുന്ന അശ്ലീല ചുവയുള്ള ചിത്രങ്ങളും തെറ്റായ വിവരങ്ങൾ അടങ്ങിയ തലക്കെട്ടുകളും ഇതിന്റെ ഭാഗമാണ്. വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാനോ ബന്ധപ്പെട്ട വ്യക്തിയുടെ പ്രതികരണം ചോദിക്കാനോ ഇവർ തയ്യാറാകില്ല. ഒരാളുടെ കണ്ണീർ ഇവർക്ക് ഡോളറായി മാറുന്നു എന്നതാണ് ക്രൂരമായ സത്യം. താരങ്ങൾ വിവാഹിതരായെന്നോ മരിച്ചുപോയെന്നോ അല്ലെങ്കിൽ വിവാഹമോചിതരായെന്നോ ഉള്ള വ്യാജ വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു വിനോദമായി മാറിയിരിക്കുന്നു. ഒരു വ്യക്തിയെ പരസ്യമായി അപമാനിക്കുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും മക്കളെയും ദോഷകരമായി ബാധിക്കുന്നു. രേഖ രതീഷിന്റെ മകൻ വളർന്നു വരുന്ന പ്രായത്തിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്റെ അമ്മയെക്കുറിച്ച് ഓൺലൈനിൽ പ്രചരിക്കുന്ന മോശമായ വാർത്തകൾ ആ കുട്ടിയുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നത് ആരും ചിന്തിക്കാറില്ല. സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ ഇന്ന് വിദ്വേഷം ഛർദ്ദിക്കുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാളെ ചീത്ത വിളിക്കുന്നതും അവരുടെ ശരീരത്തെ പരിഹസിക്കുന്നതും ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. രേഖ രതീഷ് പറഞ്ഞതുപോലെ ഇത് ഇൻഡസ്ട്രിയിലെ ഒരാളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നിരവധി സ്ത്രീകളും പുരുഷന്മാരും നിശബ്ദമായി സഹിക്കുന്ന പീഡനമാണ്. മുഖ്യമന്ത്രിയോട് രേഖ നടത്തിയ അപേക്ഷയിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്: ജീവിക്കാനുള്ള അനുവാദവും കുറ്റവാളികൾക്കെതിരെയുള്ള കർശനമായ നടപടിയും. കേരളത്തിൽ സൈബർ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ അരാജകത്വം തടയാൻ അവ എത്രത്തോളം പര്യാപ്തമാണെന്ന് ചർച്ച ചെയ്യപ്പെടണം. നിലവിലെ IT ആക്ട് പ്രകാരം കേസെടുക്കാൻ പലപ്പോഴും പരിമിതികളുണ്ട്. സൈബർ സെൽ പരാതികൾ സ്വീകരിക്കുമെങ്കിലും അവ നീണ്ടുപോകുന്നത് കുറ്റവാളികൾക്ക് ധൈര്യം നൽകുന്നു. ഒരാൾ ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോൾ മാത്രം ഇടപെടുന്നതിന് പകരം പരാതി ലഭിച്ചാൽ ഉടൻ ഇത്തരം ചാനലുകൾ പൂട്ടിക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സർക്കാർ തയ്യാറാകണം. ഡിജിറ്റൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം സൈബർ സംസ്കാരത്തിൽ ഏറെ പിന്നിലാണോ എന്ന ചോദ്യമാണ് രേഖ രതീഷിന്റെ വീഡിയോ ഉയർത്തുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്കും ഈ പാപത്തിൽ പങ്കുണ്ട്. ഇത്തരം വാർത്തകൾ കാണാതിരിക്കുകയും അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. യൂട്യൂബ് ചാനലുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളും രജിസ്ട്രേഷനും ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആർക്കും എന്തും പറയാമെന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അമ്മ, ആത്മ തുടങ്ങിയ സംഘടനകൾ ഇത്തരം സാഹചര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. തങ്ങളുടെ സഹപ്രവർത്തകർ വേട്ടയാടപ്പെടുമ്പോൾ അവർക്ക് നിയമസഹായം നൽകാനും സൈബർ നിയമങ്ങൾ കർശനമാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ഈ സംഘടനകൾ മുൻകൈ എടുക്കണം. രേഖ രതീഷിന്റെ പരാതിയിൽ മറ്റു താരങ്ങളും ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നത് പോസിറ്റീവായ ഒരു മാറ്റമാണ്. നിയമപരമായി നോക്കിയാൽ ഒരാളെ മനഃപൂർവ്വം മാനസികമായി തളർത്തി മരണത്തിലേക്ക് തള്ളിവിടുന്നത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാം. യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പരോക്ഷമായ കൊലപാതക ശ്രമമാണെന്ന് രേഖയുടെ വീഡിയോ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഇവർ മാത്രമായിരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു മരണമൊഴിക്ക് തുല്യമായ ഗൗരവമുള്ള ഒന്നായി മാറുന്നു. രേഖ രതീഷിനെ പോലുള്ളവർ നേരിടുന്ന ഈ ഭീഷണി അവസാനിപ്പിക്കാൻ ചില നിർണായകമായ നീക്കങ്ങളും അനിവാര്യമാണ്. സൈബർ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. വാർത്തകൾ നൽകുന്ന ചാനലുകൾക്ക് പത്രദൃശ്യ മാധ്യമങ്ങളെ പോലെ കൃത്യമായ നിയമസംഹിതകൾ ഏർപ്പെടുത്തുക. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ താരങ്ങൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക വിൻഡോ സംവിധാനം ഒരുക്കുക. വ്യക്തിഹത്യ നടത്തുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് കുറ്റകരമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുക. നടി രേഖ രതീഷ് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ കേരളത്തിലെ സൈബർ ലോകത്തെ വെല്ലുവിളികൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതാണ്. തന്റേതല്ലാത്ത കാരണങ്ങളാൽ തന്റെ ജീവിതം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ആ കണ്ണീരിനിടയിലും അവർ പ്രകടിപ്പിക്കുന്നത്. ഒരു കലാകാരിക്ക് സമാധാനപരമായി തൊഴിലെടുക്കാനും ഒരു അമ്മയ്ക്ക് അഭിമാനത്തോടെ മകനോടൊപ്പം ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രാഥമിക ബാധ്യതയാണ്.
രേഖയുടെ വീഡിയോയിലൂടെ കേരളം ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിടട്ടെ. വ്യൂസിനും പണത്തിനും വേണ്ടി പച്ച മനുഷ്യരുടെ ജീവിതം കരിച്ചു കളയുന്ന ഓൺലൈൻ കഴുകന്മാർക്ക് നിയമത്തിന്റെ ചങ്ങലകൾ വരണമെന്ന് ഈ അപേക്ഷ അടിവരയിടുന്നു. രേഖ രതീഷിനെ പോലുള്ള നൂറുകണക്കിന് ആളുകളുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി ഇത് മാറണം. ഇനിയൊരു ജീവൻ കൂടി സൈബർ ആക്രമണം മൂലം പൊലിയാൻ ഈ സമൂഹം അനുവദിച്ചുകൂടാ.